ഒരു എപ്പിനെ അതായത് ഒരു സമാന്തര വേലയിലെ ആദ്യ പദം 40 ഓക്കെ പൊതുവ്യത്യാസം 20 ആ വേലയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്തണം. എന്നാൽ ആദ്യ പദം അപ്പം എന്ന് പറയുന്നത് 40. പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് 20, എന്നെന്ന് പറയുന്നത് 30. ഇത് മൂന്നും നമ്മൾ ഒന്നിവിടെ. എന്ന് 30, ഡി 20, ആദ്യ പദം അതായത് 40. എന്തായാലും നമ്മളോട് ചോദിക്കുന്നത് ആദ്യത്തെ 30 പദങ്ങളുടെ തുകയാണ്. അപ്പം എന്താ ചെയ്യണ്ടേ? നമ്മൾ കാണാൻ അതായത് തുക കാണാനുള്ള ഇക്വേഷൻ നോക്കിക്കണം. അതെ, MU ഇൻറ്റു UA പ്ലസ് N-1 ഇൻറ്റു ഡി. അതെ, MU ഇൻറ്റു UA പ്ലസ് N-1 ഇൻറ്റു ഡി. എന്നെത്ര 30/u ഇൻറ്റു UA. എന്ന് പറയുന്നത് 40 അല്ലേ? എന്ന് പറയുന്നത് നമ്മൾ അറിയാം 40. 40 ഇൻറ്റു 2 80. 48 അതേപോലെ എന്നെത്ര 30. 30 1 പോയാൽ 29 ഇൻറ്റു ഡി അതായത് ഒരു വ്യത്യാസം എത്ര 20. ഓക്കെ, അതെ അത് നോക്കിക്കോ. 29 20 എത്ര? 29 ഇൻറ്റു 20 580 എന്ന് പറയും. പ്ലസ് 80 അതായത് 30/u ഇൻറ്റു ഇങ്ങനെ വരും. അപ്പം 30/u ഇൻറ്റു 660. 660 2 വെച്ച് വെക്കാൻ പറ്റും 330. ഓക്കെയാണ്, 330 എന്ന് പറയാം. അപ്പം 330 ഇൻറ്റു 30 നമുക്ക് പറയാൻ കഴിയും 9090. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം പദം എ ആണ്, പൊതുവ്യത്യാസം ഡി ആണ്, എന്നെന്ന് പറഞ്ഞാൽ 30. അപ്പം ആദ്യത്തെ എന്ന് കണ്ടിട്ട് ആദ്യത്തെ 30 പദങ്ങളുടെ തുക കാണാൻ ചോദിച്ചാൽ MU ഇൻറ്റു UA പ്ലസ് N-1 ഇൻറ്റു ഡി. ഓക്കെ, ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ ആണേ. അപ്പം നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിനകത്തോട്ട് പോവാം. അടുത്ത ഒരു ചോദ്യം നോക്കിയേ. രണ്ടാമത്തെ ചോദ്യം, ഒരു എപ്പിയിലെ അതായത് ഒരു സമാന്തര വേലയിലെ എല്ലാം പദം നമുക്ക് തന്നിട്ടുണ്ട്. 6 - 5 എന്നായാൽ പൊതുവ്യത്യാസം എത്ര? എന്നാൽ ഇതിനകത്ത് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഇതിൻ്റെ പൊതുവ്യത്യാസം ഇപ്പോൾ ഒരു എപ്പിയിലെ എല്ലാം പദം തന്നിട്ട് എല്ലാം പദമാണ് 6 - 5 ഇതിൻ്റെ പൊതുവ്യത്യാസം ആറാം ചോദിച്ചാൽ തന്നെ ഈ എന്നിൻ്റെ ദുരോത്തരം അതായത് എന്നിൻ്റെ അടുത്ത് ഇറക്കുന്ന ആരാണോ അതാണ് പൊതുവ്യത്യാസം. എന്നിൻ്റെ ദുരോത്തരം എന്ന് വെച്ചാൽ ആ എന്നിതാണ്. എന്ന് നോക്കിയേ, ഇതാണ്. അതിൻ്റെ ദുരോത്തരം എന്ന് പറയുന്നത് -5. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര? -5. ഓക്കെ, വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണം, ഒരു എപ്പിയിലെ എല്ലാം പദം 4 - 2 എന്നായാൽ പൊതുവ്യത്യാസം അതായത് ഡി എത്രയാണെന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യും? തന്നെ എന്നിൻ്റെ അടുത്ത് കിടക്കുന്ന ദുരോത്തരം ഏതാ? -2. ഇതാണ് ഇതിൻ്റെ പൊതുവ്യത്യാസം. അപ്പോൾ ഇത്രയൊന്നും ഇതിൻ്റെ കാര്യം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഓക്കെയാണ്. ഇപ്പം ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പം ഒരു എപ്പിയിലെ എല്ലാം പദം 6 - 5 എന്നായാൽ പൊതുവ്യത്യാസം. ഇത് എന്താ? എല്ലാം പദം തന്നിട്ട് പൊതുവ്യത്യാസം ചോദിച്ചാൽ എന്നിൻ്റെ ദുരോത്തരം എന്താണോ അതാണ് പൊതുവ്യത്യാസം. ഓക്കെയാണ്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്ക്. 6, 10, 14 എന്ന എപ്പിയുടെയും അതായത്
6,10,14 എന്ന സമാന്തര വേദയുടെയും 15,19,23 എന്ന ഏപ്രിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുക തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ മക്കളെ ഇത് ചെയ്യാൻ, അതായത് ഇപ്പം 6,10,14 എന്നതിൻ്റെ തുക കണ്ടുപിടിക്കാം. 15,19,23 എന്ന ഏപ്രിയുടെ തുക കണ്ടുപിടിച്ചിട്ട് ഇവരുടെ വ്യത്യാസം എടുക്കണം. അങ്ങനെയാണ് ഇത് നേരായ രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കണേ. 6, 10, 14. ഓക്കെ. 15, 19, 23. ഇത് ഒന്ന് നോക്കിയേ. 6 10 4 കൂടി, 10 14 4 കൂടി, ഒരു വ്യത്യാസം 4 4 കൂടി പോയി. ഇവിടെ 15 19 അവിടെയും 4 കൂടി, 19 23 അവിടെയും 4 കൂടി. ഇതെല്ലാം നെയ്മ ഒരേപോലെ 4 കൂടിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങളൊന്ന് നോക്കിയേ. 15ഉം 6 15 ആവാൻ എന്താ ചെയ്യേണ്ടത്? 9 കൂടി. 10 19 ആവാൻ താഴോട്ട് നോക്ക്, 9 കൂടി. 14 23 ആവാൻ 9 കൂടി. അല്ലേ? 14 24 ആവാൻ 9 കൂടി. എന്നാൽ ഇതുപോലുള്ളൊരു ചോദ്യം വന്നാൽ ഇപ്പം 2 ഏപ്രിൽ അങ്ങട്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുക തമ്മിലുള്ള വ്യത്യാസം ആവാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഇതെല്ലാം ഒരേപോലെയുള്ള വ്യത്യാസമാണെങ്കിൽ അതെ ഈ കിട്ടിയ 9 9 ഇൻറ്റു എത്ര പദങ്ങളുടെ തുക തമ്മിലുള്ള വ്യത്യാസമാണ്? 20 അല്ലേ? 20 180. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതല്ലാതെ ചെയ്യാൻ പറ്റും. ഓരോന്നിൻ്റെയും ഓരോ ഏപ്രിയുടെയും തുക കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ അത്രയും സമയമൊന്നും വേസ്റ്റാക്കണ്ട. ഇത് ഒരേപോലെയാണെങ്കിൽ 9 ഇൻറ്റു 20 180. ഓക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിനകത്തോട്ട് പോവാം. മനസ്സിലായേ? ഒരേപോലെ വന്ന ഈ താഴെ വരുന്ന വ്യത്യാസം എത്രയാണോ അതിനെ ആദ്യത്തെ എത്ര പദങ്ങളാണോ അതുകൊണ്ടൊന്ന് നുണയ്ക്കാൻ മതി. ഇതിന് ഉത്തരം കിട്ടും. ഓക്കെയാണ്. അതെ, ഇത് ഓമമായി ചോദിക്കുന്ന സമാന്തര ശ്രേണിയുടെ വേറൊരു ചോദ്യമാണ്. ഒന്ന് നോക്കിയേ. എന്നാൽ 9ൻ്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്കന്യകളുടെയും തുക കണ്ടുപിടിക്കാൻ നമ്മളോട് എന്തായവൻ ചോദിച്ചിരുന്നത്? എല്ലാ മൂന്നക്കന്യ. എന്നാൽ പിള്ളേരെ ഒരു കാര്യം മനസ്സിലാക്കിക്കും. മൂന്നക്കന്യ എന്ന് പറയുന്നത് 100 മുതൽ 999 വരെയാണ്. അത് ഓക്കെയാണ്. ഇനി 9ൻ്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്കന്യയും, അതായത് 9ൻ്റെ ആദ്യത്തെ ഗുണിതമായ മൂന്നക്കന്യ എന്ന് പറയുന്നത് 108. അതായത് 108നെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ 0 ഇഷ്ടം വരുന്നത്. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 9 കൂട്ടിയാൽ മതി 117. അടുത്ത നമ്പർ 126. അങ്ങനെ പോയി 999 വരെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 999നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം നമുക്കൊരു ആദ്യം മനസ്സിലായി. എ എന്ന് പറയുന്നത് 108 ഡി അതായത് ഒരു വ്യത്യാസം 9 ഇനി നമ്മൾ എന്താ ഇവിടെ വേണ്ടത്? ഇനി ഇവിടെ വേണ്ടത് 108, 117, 126 ഇങ്ങനെ പോയി 999 വരെ പോകുമ്പോൾ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഇവിടെ വേണ്ടത് എന്നിൻ്റെ വാല്യൂവാണ്. അതായത് പദങ്ങളുടെ എണ്ണം കാണാൻ. അതായത് എന്ന് കണ്ടുപിടിക്കാൻ അതെ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. മക്കളെ, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇങ്ങനെയാണ് നമ്മൾ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അല്ലേ? അവസാന പദം എന്നാ
999 മൈനസ് ആദ്യം എ 108 ബൈ ഒരു വ്യത്യാസം 9 പ്ലസ് 1. ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നോക്കിയേ, 999 108 പോയാൽ 891 വരും. ഓക്കെ, 891 ബൈ 9 എന്ന് പറഞ്ഞാൽ 99 വരും. ദാണ്ടെ ഈ 1 കൂട്ടണം, 1 കൂട്ടുമ്പോൾ 100 എന്ന് വരും. ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേ. എന്നാൽ 999 108 പോയാൽ 891 വരും. അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 99 വരും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഈ 1 പറയുന്ന സാധനം അവസാനം കൂട്ടാൻ മറന്നു പോകരുത്. ഓക്കെ, ഇപ്പം എന്നെന്ന് പറയുന്നത് 100ആയി. അപ്പം എന്നിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായി 100. ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടെ ചെയ്താൽ ഈ ചോദ്യത്തിന് ഉത്തരമായി. ഇനി നമ്മൾ എന്താ വേണ്ടേ? എല്ലാ 3 സംഖ്യകളുടെയും തുകയാണ് വേണ്ടത്, അല്ലേ? വേണ്ടേ? അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കോ. അവസാന പദം അത് വേറെ ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ എന്നിൻ്റെ വാല്യൂ 100 മനസ്സിലായി. ഇനി തുക കാണാൻ 82 ഇൻറ്റു അല്ലേ അവസാന പദം പ്ലസ് ആദ്യ പദം. ഞാൻ 82 ഇൻറ്റു 2a പ്ലസ് n-1 അത് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ചോദ്യത്തിന് എളുപ്പം. 82 ഇൻറ്റു അവസാന പദം പ്ലസ് ആദ്യ പദം. ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേ. 82 ഇൻറ്റു അവസാന പദം പ്ലസ് ആദ്യ പദം. വേണ്ടേ? എന്ന് ഞാൻ എഴുതുക 100/2. ഓക്കെയാണ്. അവസാന പദം ഇന്ന് കൊടുക്കാം. അവസാന പദം 999 പ്ലസ് ആദ്യ പദം 108. അപ്പം നമുക്ക് പറയാണ്ട 100/2 ഇൻറ്റു 1107, അതായത് 999 108 കൂടെ കൂട്ടണം. ഈ 2ഉം ഈ 100 കൂടെ വെക്കാം 50. അപ്പം 50 ഇൻറ്റു 1107 പറയുന്നത് 55,350. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെയാണ്, 55,350.